I found a love for me. Well, darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. But darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, we're listening to our favorite song. When you said you loved ദൈവം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മാംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട എൽവിനെയും ദീപയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട വരപ്രസാദം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്തങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബാക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി അങ്ങയുടെ തിരുമുമ്പിൽ നടന്നിരിക്കുന്ന എൽവിനെയും ദീപയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികന്മാർ ദരിദ്രരാകാം, വിശന്നവരാകാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടിയതിനെ പിന്തുടരുവിൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞോടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഹൃദയം
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ. നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. മാതാപിതാക്കളായ മാർട്ടിൻ, ഷെർലി, വില്യം, ലീന, എത്രയും സ്നേഹമുള്ള എൽവിൻ്റെയും ദീപയുടെയും കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരികളെ, അച്ഛൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എൽവിനും ദീപയും അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം യേശുവിൻ്റെ സന്നിധിയിൽ വെച്ച് എടുക്കുന്ന വളരെ മംഗളകരമായ ഒരു നിമിഷമാണിത്, ഒരു ദിവസമാണിത്. അതെ, ഈ തീരുമാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കാൻ ഇവർ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ ദേവാലയത്തിൽ വന്നടയുമ്പോൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ഒരു തീരുമാനമാണ് ഇതെന്ന നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, പലപ്പോഴും നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോഴോ താമസിക്കാനുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴോ നമുക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോഴോ അതിനൊക്കെ വളരെ താൽക്കാലികമായ നൈമിഷികങ്ങളായ പ്രഖ്യാഘാതങ്ങളെ, പരിണിത ഫലങ്ങളെ അതിനുള്ളൂ. നമുക്ക് ആ വീട് വേണ്ടെങ്കിൽ വീട് വേണ്ട, ഇനി ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. തന്നെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പതിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു തവണയ്ക്കാണ് ഡ്രസ്സ് ഇട്ടുള്ളത്. പക്ഷേ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനത്തെക്കാൾ ഉപരിയായി ദൈവം അനാദി മുതൽ എൽവിനും ദീപയ്ക്കും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജീവിത പങ്കാളിയെ ഇവരുടെ സ്വതന്ത്ര മനസ്സോടുകൂടി തിരഞ്ഞെടുത്ത് ജീവിതകാലം മുഴുവനും പരസ്പരം കുറവുകളോടുകൂടിയും അവരുടെ പോരായ്മകളോടുകൂടിയും അവരുടെ കഴിവുകളോടുകൂടിയും എല്ലാം അവർ പരസ്പരം സ്വീകരിക്കുകയാണ്. രണ്ടുപേരും ഒന്നായി ചേരുക എന്ന ഒരു വിവാഹം എന്ന കൂദാശയിലേക്ക് കടക്കുവാനാണ്, പ്രവേശിക്കുവാനാണ് ഈ തീരുമാനം അവർ ഈ ദേവാലയത്തിൽ വെച്ച് എടുക്കുന്നത്. നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കുടുംബജീവിതം ദൈവത്തിന്റെ പദ്ധതിയാണ്. ആദ്യം തന്നെ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനും ഒന്നായി ചേരണമെന്ന ഒരു ശരീരമായി തീരണമെന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ദൈവിക പദ്ധതി ഈശോ തന്നെ അടിവരയിട്ട് നമുക്ക് വേണ്ടി തിരുവചനത്തിലൂടെ നൽകിയിട്ടുള്ളതാണ്. അതിനാൽ ഇവർ ഒന്നു ചേരുമ്പോൾ ഇവർ മാത്രമല്ല, ഇവരുടെ കുടുംബങ്ങളും തമ്മിൽ ഒന്നു ചേരുകയാണ്. ഒരുപക്ഷെ ഇത്ര നാളും പാലാട്ടി കുടുംബവും മഞ്ഞളി കുടുംബവും തമ്മിൽ ഒരു ബന്ധവും ഒരു പരിചയവും ഉണ്ടായി കാണില്ല. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്, രണ്ട് ജില്ലകളിൽ നിന്നാണ്. എന്നാൽ ഇനി രണ്ട് ഭവനത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അറിയേണ്ടതാണ്. എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പങ്കുവെക്കേണ്ടതാണ്. ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. കൂട്ടായ്മയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ഈ ബന്ധം, ദൈവം ആഗ്രഹിക്കുന്ന ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ ദൈവത്തോട് ആദ്യമായി തന്നെ എൽവിനും ദീപയും ചേർന്ന് നിൽക്കണം. എന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത അവസരം ഉണ്ടാകുമോ അന്ന് ഈ രണ്ട് കുടുംബങ്ങളിലും എല്ലാവരിലും തന്നെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ കുടുംബജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്,
ദൈവത്തിന്റെ നിശ്ചയമായതുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി നമുക്കുണ്ടാകേണ്ട ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് വിവാഹ ജീവിതം ഒരു കൂദാശയായി സഭ അംഗീകരിക്കുന്നതിലൂടെ അവിടെ സംഭവിക്കുന്നത് ഓരോ കൂദാശയിലും ലഭിക്കുന്നത് പോലെ ദൈവിക ജീവൻ ഇവർക്ക് ദൈവം ദാനമായി നൽകപ്പെടുകയാണ്. ഈ ദൈവിക ജീവന്റെ ബലത്തിലാണ് കുടുംബജീവിതം നിലനിൽക്കുന്നത്. ഇന്ന് ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത കുടുംബങ്ങളാണ് പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. ഇതെത്ര നാളുണ്ടാവുക എന്ന്. ഞാനെൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ബോംബെയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ അവരുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള വേറൊരു കസിൻ്റെ വീട്ടിൽ കൂടി പോയി. അവിടെ ഇപ്പം അവരുടെ അപ്പൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം, വിവാഹത്തിന് 25 വർഷം പിന്നീടുന്ന ഒരു ജൂബിലി അവർ കുറച്ച് നാളും ഞാനവിടെ ഉണ്ടായിരുന്നില്ല, ജൂബിലി ആഘോഷിച്ചു എന്നൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം അവരുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന 2 കുട്ടികളുണ്ട്, മക്കൾ. അവരെന്നോട് തമാശയിൽ പറഞ്ഞായിരുന്നു, ഫാദർ 25 വർഷമായി ഇങ്ങനെ ജീവിക്കുന്നു, ഇവർക്ക് ഇങ്ങനെ ജീവിച്ച് ബോറടിക്കില്ലേ? പിള്ളേരുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്താഗതി അങ്ങനെയാണ്. പക്ഷെ അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. 25 കൊല്ലമൊന്നും ആയിട്ടില്ല, അവരും കുഴപ്പമില്ലാണ്ട്. ഇനിയിപ്പോൾ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് അവർ പറയും. അതിൻ്റെ കാരണം ഇത് ഒരു ആവർത്തന വിരസത നമുക്ക് ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇത് ദൈവിക പദ്ധതിയാണെന്ന്. നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളായാലും എത്ര ദുഃഖങ്ങളായാലും വേദനകളായാലും സന്തോഷങ്ങളെല്ലാം പരസ്പരം പങ്കുവെക്കുന്ന, അത് ദൈവം നൽകുന്നതാണ്. ഈ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും മഹത്വത്തിന് വേണ്ടി ദൈവം നൽകുന്നതാണ് ഓരോ കടമകളും ഉത്തരവാദിത്തങ്ങളും ക്ലേശങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അമ്മാമ്മയോട് ചോദിച്ചു നോക്കണം. ഇതെങ്ങനെ എത്ര നാളൊക്കെ ജീവിച്ചത്? അമ്മാമ്മ പറയേണ്ട കാര്യങ്ങൾ എന്തോരം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് എന്നാലും തമ്പുരാനെല്ലാം നന്നായി നടത്തി എന്ന് അവർ പറയും. അത് നമുക്കും ആ പാരമ്പര്യം നമുക്കും അനുകരിക്കാനായി സാധിക്കുമ്പോഴാണ് ഇന്നത്തെ കുടുംബജീവിതം വിജയത്തിലെത്തുക എന്നുള്ളതിനൊരു സംശയം. വിശുദ്ധ ചാവറ പിതാവ് കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നത്, ഒരു കുടുംബം ആകാശമോക്ഷത്തിന് സാദൃശ്യമാണ്. ആകാശമോക്ഷം സ്വർഗ്ഗമാണ് ഈ പറയണേ, സ്വർഗമാക്കേണ്ടത്. ഇവരുടെ എൽവിന്റെയും ദീപയുടെയും കുടുംബം ഒരു ആകാശമോക്ഷത്തിന് സദൃശ്യമാകണം, സ്വർഗമാകണം. അത് ഇവരുടെ കയ്യിലിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊരു സ്വർഗത്തിലേക്ക് വരുന്ന ഒരു അനുഭവമാണല്ലോ എൽവിൻ ദീപ, എങ്ങനെയത് നിങ്ങൾക്ക് സാധിക്കണേ? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയരുത്, അത് രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിട്ടിട്ട് നിൽക്കണം, മനസ്സിലായി? അപ്പൊ അത് ദൈവത്തിനെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുക. അപ്പൊ നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുന്നതിനും കുടുംബജീവിതത്തിലും മുന്നോട്ട് പോകുന്നതിനും ജീവിതകാലം മുഴുവനും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനമനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ
കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി അങ്ങയുടെ തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. എൽവിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ദീപയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ദീപ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ എൽവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ എൽവിനെയും ദീപയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വിവാഹ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത് ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യോസേഫ് പിതാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാപനാശീർവാദം കൈകൾ കൂപ്പി നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബാക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹ മുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിനാഥനായ അങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരായേ, ആരാധിക്കുന്നു പാരായേ. Thank you.
കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് വേണ്ടി സമ്മതം ഈ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ദമ്പതികളാകുവാൻ പോകുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് എപ്പോഴും മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർ തിരഞ്ഞെടുക്കുന്ന ഇവരുടെ കുടുംബ ജീവിതത്തിൽ നൽകണമേ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. You might have said it first, beat me to the punch, boy. 3 little words that sum up the way you look at me, babe. Saying it right now hits a little deeper just when I think I can. I love you more than any storm that's coming. Let the sky keep falling. Yeah, the world's got nothing on us. You won't scare me away, so bring on the rain. I love you more than any tide that's turning. Let the sun keep burning. No, it won't be perfect, but on the worst of our days, that's what I mean when I say I love you more. I look into your eyes and my heart starts dancing. On behalf of Deepa and Elvin, I'm thrilled to welcome you all to this beautiful celebration of love and commitment. Today is all about joy, connection, and the promise of a wonderful journey together. I would like to invite the lovely couple Deepa and Elvin to the stage. Let's give them a big round of applause.
was doing just fine before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart. Moved to the city and I broke down crying. 4 years, no calls. Now you're looking pretty in a hotel bar, and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't never getting older. We ain't never getting older. We ain't never getting older. You look as good as the day I met you. I forget just why I left you. I was insane. Stay and play that Blink 182 song that we beat to death in Tucson. Okay. I know it breaks your heart. Moved to the city and I broke down crying. 4 years, no call. Now I'm looking pretty in a hotel bar, and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't never getting older. We ain't never getting older. We ain't never getting older. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't never getting older. 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 No, we ain't never getting older.
you dress. I love your hair like that, the way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people are talking too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need.